കൺസ്യൂമർ വൗച്ചേഴ്സിൽ ഒരു ഐറ്റം ആഡ് ചെയ്യാനും അതിനനുസരിച്ചിട്ടുള്ള പോയിന്റ്സ് നമുക്ക് അലോക്കേറ്റ് ചെയ്യാനുമായിട്ട് ഇവിടെ വൗച്ചേഴ്സിൽ കൺസ്യൂമർ വൗച്ചർ ഐറ്റംസ് സെലക്ട് ചെയ്യുക. ഇവിടെ ആഡ് ഫ്രീ ഐറ്റം കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഐറ്റമാണോ നമ്മൾ ആഡ് ചെയ്യാൻ നോക്കുന്നത് അത് നമുക്കിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഐറ്റമാണ് നമ്മൾ സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് പ്രൈസൊക്കെ കാണിക്കും. പർച്ചേസ് പ്രൈസും MRPയും സെല്ലിംഗ് പ്രൈസും. നമുക്ക് ഇതിന് അഗെയിൻസ്റ്റ് എത്രയാണോ നമ്മൾ പോയിന്റ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ പർച്ചേസ് പ്രൈസ് ഇവിടെ 21.59 റുപ്പീസാണ്. നമുക്കിപ്പോൾ ഇവിടെ ജസ്റ്റ് 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു പോയിന്റ് അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ 215 എന്നുള്ള പോയിന്റ് നമുക്ക് കൊടുക്കാം. അതല്ല നമുക്ക് എത്ര പോയിന്റാണോ നമുക്ക് അവിടെ കൊടുക്കാൻ ആഗ്രഹം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ആഡ് ഫ്രീ ഐറ്റം കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഇത് ലിസ്റ്റായിട്ട് വരും. ഇനിയും ഐറ്റംസ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ഫ്രീ ഐറ്റത്തിൽ തന്നെ കൊടുത്ത് ആഡ് ചെയ്യാം, പോയിന്റ്സും അലോക്കേറ്റ് ചെയ്യാം. ഈ സ്റ്റോറിൽ വരുന്ന എല്ലാ കൺസ്യൂമേഴ്സിനും ഈ ഒരു ഐറ്റം റെഡീം ചെയ്യാൻ പറ്റും. അതായത് 215 പോയിന്റ്സ് ഉള്ള കൺസ്യൂമേഴ്സിന് ഈ ഒരു ഫ്രീ ഐറ്റം എടുക്കാൻ പറ്റും.